ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്തുകാരുടെ സ്വന്തമായിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കണം. പണ്ട് നമ്മളെ ഉമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കിയ ടേസ്റ്റിലുള്ള ഒരു നെയ്യപ്പ റെസിപ്പിയാണിത്. പക്ഷെ അവരുണ്ടാക്കിയ അതേ ലെവലിലേക്കാണ് പോകില്ല കേട്ടോ. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ന്യൂ ജനറേഷൻ രീതിയല്ലേ, അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ നെയ്യപ്പം ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടത്? പച്ചരിയാണ്. ഈ പച്ചരി ഞാനിവിടെ 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ള പച്ചരിയാണ്. നന്നായിട്ട് കഴുകിയിട്ടാണ് കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ പച്ചരി ഒരു അരിപ്പയിലിട്ട് കണ്ട് വെള്ളം വാരാനായിട്ടൊന്ന് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ ഓണക്കിറ്റത്തെ ശർക്കരയാണ് ഇട്ടത്. അതാണ് ഇങ്ങനെ കട്ടായി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ഒരു കട്ടൺ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ഉരുക്കണം. അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് ഈ ശർക്കര ഉണ്ടല്ലോ ചെറിയ കഷ്ണാക്കിയിട്ട് മാറ്റി വെച്ചേക്കണം. ഇതൊരു 200 ഗ്രാമിൻ്റെ അടുത്തുണ്ട് ഈ ശർക്കര. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തേക്കാണ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, ഇത് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നാണ് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചിട്ട് വേണ്ടത് എടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോഴേക്ക് നമ്മളിവിടെ കേകി പിന്നെ വെള്ളം വാരാനൊക്കെ മാറ്റി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, ഇതേപോലെ പൊടിച്ചിട്ട് ജാറൊക്കെ ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുക തന്നെ. പണ്ടുള്ളവർ ഉരലിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ച് കാണ്ടേനു നെയ്യപ്പം ഉണ്ടാക്കിനെന്നൊക്കെ പറഞ്ഞേക്കട്ടോ. അതേപോലെ ഇതുപോലെ ചെറിയ ചെറിയ തരിയോട് കൂടാണ് നമ്മളിത് പൊടിച്ചെടുക്കാൻ. ഞാനിത് ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പൊടിച്ച പൊടി. നമുക്കിതിലേക്ക് എന്ത് വേണം, 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കണം. ഈ മൈദ ചേർത്തിട്ടുണ്ടല്ലോ, കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തന്നെ. അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ, ഇത് കുറച്ച് കുറച്ച് ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മളിതിങ്ങനെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അഥവാ ഏറി വെച്ചാൽ വെള്ളം ഏറിയാൽ പിന്നെ നമ്മളെ നെയ്യപ്പം ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്താണ് എടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു പഴം വേണം. ഈ പഴം ചെറിയ പഴമാണ് കേട്ടോ, അതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇതും കൂടി അങ്ങോട്ട് ചേർത്തുകാണ്ട് നമ്മളെ നെയ്യപ്പം ഉണ്ടാക്കിയാലേ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് ഇതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ് കൊടുക്കുക. ഇതുപോലെയാണ് ആവണേ നമ്മളെ മാവ്. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മളെ മാവ് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് സാധനം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. 1 സ്പൂൺ എള്ളും അതുപോലെ തന്നെ 1 സ്പൂൺ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇനി 1 സ്പൂണൊന്നും പോയി ചേർക്കണ്ട. അപ്പോൾ നല്ല ഏലക്കായൻ്റെ കുത്തനുണ്ടാവും. ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ 1 സ്പൂൺ ജീരകവും പിന്നെ നമുക്ക് ആവശ്യമുള്ളൊരു ഉപ്പും അതും ചേർത്തിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക തന്നെ. ഇപ്പം എന്തായി, നമ്മളെ മാവ് റെഡിയായി. നമുക്കിതിൽ ഇതുപോലെ ചെറിയ തരി വേണം കേട്ടോ. ഇതുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ ചെറിയ തരിപ്പോടെയാണ് നമ്മളെ മാവ്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്കിപ്പോൾ തന്നെ അത് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഈ ഇരുമ്പിൻ്റെ ചട്ടിയേക്ക് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക തന്നെ. വെളിച്ചെണ്ണ പൊടിച്ചുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇപ്പം അങ്ങോട്ട് ഇരുമ്പൻ ചട്ടിയില്ലല്ലോ, ഇത് വിഷമിച്ചിരിക്കൊന്നും വേണ്ട. ഏത് ചട്ടിയുള്ള ചൈലം ചുട്ടളി. എന്നിട്ട് ഇതുപോലെ ഒരു കയ്യിൽ മാവാണ് ഒഴിച്ചെടുക്കുക തന്നെ. എണ്ണ നന്നായിട്ട് ചൂടാവണം. ആ ചൂടാകുമ്പോൾ വേണം ഇത് ഒഴിച്ചാൽ. ഇതാണ് ഒഴിച്ച് കാണും പൊന്തിന് വരുമ്പോഴേ നമ്മളെ തീൻ്റെ പിന്നെ ഒന്നും കുറച്ചൊക്കെ തന്നെ, എങ്കിലും ഉള്ളൊക്കെ ഒന്നും വെന്തിട്ടുള്ളേ. അതിർത്തിയിട്ട് പറ്റ കുറക്കാനും പോകേണ്ട, ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം പിന്നെ ഇതിങ്ങനെ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഭാഗത്തേക്ക് മറിച്ചിട്ടെടുക്കണം. ഇപ്പം എന്തായി, നമ്മളെ നെയ്യപ്പം ഇവിടെ റെഡിയായി.
ഇനി അതുപോലെ തന്നെ നമുക്ക് ഓരോ കയ്യിലിങ്ങനെ മാവ് ഇതിങ്ങനെ കോരി ഒഴിച്ച് കാണി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. ഞാനിവിടെ അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് തോന വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോന ഉണ്ടാക്കിക്കൊണ്ടു. ഓരോന്നും ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കുക. ഇപ്പം നമ്മൾ നെയ്യപ്പമൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നെയ്യപ്പം. അപ്പോൾ അതുപോലത്തെ ഓരോ റെസിപ്പികളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി. ഇത് മലപ്പുറത്തേരെ മാത്രം രുചിയുള്ള നെയ്യപ്പമാണ് കേട്ടോ. അതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു